എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏറ്റവും പുതിയ ഒരു റാങ്ക് ലിസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. 4/2/2025, അതായത് ഇന്ന് തൊട്ട് മുന്നേ വന്ന ഒരു റാങ്ക് ലിസ്റ്റ്. ഈ റാങ്ക് ലിസ്റ്റ് കണ്ടപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ഒന്ന് ഭയപ്പെട്ടു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കട്ട് ഓഫ് തന്നെയാണ്. 93 മാർക്കാണ് പി എസ് സി ഇതിന്റെ കട്ട് ഓഫ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, 93 മാർക്ക്. ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ 19 പേരും, നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻ സപ്ലിമെന്ററി ലിസ്റ്റ് 60 പേരും, അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഇൻ ദ പ്രോബബ്ലി ലിസ്റ്റ് 79 പേരാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 8ാം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നതാണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത. അപ്പോൾ ഇത്രയും എന്താണ് കട്ട് ഓഫ്, അതും ഇത്രയും എന്താണ് 8ാം ക്ലാസ് വിജയിച്ച ഒരു ഉദ്യോഗാർത്ഥിയുടെ പരീക്ഷയ്ക്ക് ഇത്രയും കട്ട് ഓഫ് എന്തുകൊണ്ടാണ് വന്നത് എന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി നമ്പർ 055/2022 ആണ് ഈ ഒരു എക്സാമിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. നെയിം ഓഫ് കൺസേൺ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഫാം വർക്കർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണിത്. അതായത് LGS ലെവലിലുള്ള ഒരു ഹെൽപ്പർ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന ഫാം വർക്കർ എന്ന് പറയുന്നത്. ഈ പറയുന്ന കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡിന്റെ കീഴിലാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. സ്കെയിൽ ഓഫ് പേ 16,500 ടു 35,700 ആണ്. ഇതിൻ്റെ അകത്ത് ഇത്രയും കട്ട് ഓഫ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാമും ഇതിന്റെ നമ്പർ ഓഫ് വേക്കൻസീസ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് 3 വേക്കൻസി മാത്രമുള്ള ഒരു പോസ്റ്റ്, അതും എന്താണ് നിലവിൽ ഇതൊരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു എക്സാം. ഇതിൽ കൂടുതൽ മാർക്ക് വന്നില്ലെങ്കിൽ എങ്ങനെ ആ റാങ്ക് ലിസ്റ്റ് നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും? ഇനി മക്കളെ ഒരു കാര്യം കൂടി നോക്കിക്കോ. ഇതായിരുന്നു 91/2024 ഈ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അല്ലാതെ തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്ത് പോയേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു LGS ലെവലിൽ നടന്ന എക്സാം ആയിരുന്നു ഈ പറയുന്ന ഫാം വർക്കറിന്റെ. അതിൻ്റെ അകത്ത് 80 GKയും അതേപോലെ തന്നെ 20 മാത്സും ആയിരുന്നു വന്നിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഉറപ്പായിട്ടും ഈ പറയുന്ന ഒരു എന്താണ് മാർക്കിലേക്ക് വരാനായിട്ട് പറ്റും. കാരണം അത്രത്തോളം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വലിയൊരു കട്ട് ഓഫിലേക്ക് വരാനുള്ള കാരണം. അപ്പൊ തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും എന്താണ് വലിയൊരു കട്ട് ഓഫ്, അതും ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ ഇനി വരുന്ന എക്സാമുകൾ എത്രത്തോളം ടഫായിരിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ ലെവലിലേക്ക് അതിന്റെ കട്ട് ഓഫ് വരും എന്നൊക്കെ വിചാരിച്ച് ആകെ ടെൻഷനായി പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ പല പല റാങ്ക് ലിസ്റ്റുകളും പബ്ലിഷ് ചെയ്യും, അതേപോലെ തന്നെ എന്താണ് അതിന്റെ കട്ട് ഓഫ് നമ്മൾ അറിയും. അപ്പൊ തന്നെ എന്താണ് ഭയങ്കര കട്ട് ഓഫ് ഒക്കെയാണ്, ദൈവം ഇത്രയും വലിയൊരു കട്ട് ഓഫ് ഒക്കെ വന്നു, ഇനി വരാനിരിക്കുന്ന ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന എക്സാം ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതേപോലെ തന്നെ എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ്, LGS ലെവൽ എക്സാംസുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇനി എത്രയോ എന്താണ് കട്ട് ഓഫ് ആയിരിക്കാം കൂടി വരുന്നത്. കാരണം ഇതൊരു 8ാം ക്ലാസ് യോഗ്യതയുള്ള എക്സാമിന് വരെയും ഇത്രയും കട്ട് ഓഫ് വന്നു. അപ്പൊ ഇനി വരാനിരിക്കുന്ന എക്സാം ഒക്കെ ചിലപ്പോൾ 100 മാർക്കിന്റെ അടുത്തൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ വരും. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ്, അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യായിരിക്കും, ഇത്രയും വലിയൊരു കട്ട് ഓഫിലേക്ക് വരും, ഇനി എന്തിനാണ് പഠിക്കണേ എന്നൊക്കെ വിചാരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത്, വളരെ എന്താണ് കുറവ് വേക്കൻസി, അതായത് 3 വേക്കൻസി മാത്രമാണുള്ളൂ. ഇത് ഏറ്റവും കൂടി വന്ന 10 വേക്കൻസി താഴെയാണ് റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോഴും എന്താണ് ഈ പറയുന്ന ഒരു കട്ട് ഓഫിലേക്ക് വന്നില്ലെങ്കിൽ എന്താണ് ഇതൊക്കെ ഒരു 60 മാർക്ക് അല്ലെങ്കിൽ 65-70 മാർക്കൊക്കെ കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ ആ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയൊരു റാങ്ക് ലിസ്റ്റ് ഇടേണ്ടി വരും. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റത്തില്ല. വീണ്ടും അതെന്ത് ചെയ്യും, വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പൊ അതിലും നല്ലതാണ് ഈ പറയുന്ന കട്ട് ഓഫ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഓരോ എക്സാം നമ്മൾ എടുത്തു നോക്കുമ്പോഴും അതിന്റെ കട്ട് ഓഫ് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് ആ എക്സാമിൽ നമ്പർ ഓഫ് വേക്കൻസീസ്, അതേപോലെ തന്നെ അത് സ്റ്റേറ്റ് വൈഡ് ആണോ ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാം ആണോ എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം അത് വിലയിരുത്താനായിട്ട്. വെറുതെ നമ്മൾ ഒരു റാങ്ക് ലിസ്റ്റ് കണ്ട് കട്ട് ഓഫ് കാണുമ്പോഴത്തേക്കും പേടിച്ച് ഇനി ഞാൻ പഠിച്ചിട്ട് എന്ത് കാര്യം എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നിലവിൽ ഇത്രയും കുറച്ച് വേക്കൻസി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കട്ട് ഓഫ് വന്നത്. അപ്പോൾ പഠിക്കുന്നവർ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ASMന്റെയും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിന്റെയും നമ്മുടെ ഫ്രീ ബാച്ച് നിലവിൽ റണ്ണിങ് ആണ്.
താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. ഉറപ്പായിട്ടും നമുക്ക് അടുത്തൊരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വന്നിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് അംഗമാവുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളുടെ എല്ലാ PDF നോട്ടും അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ശരി, താങ്ക്